18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂട്ടലും കിഴിക്കലുമായി അണിയറയിൽ തകൃതിയായുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ. ഭരണം നിലനിർത്താൻ വേണ്ടി ഇറങ്ങുന്ന ബിജെപിക്ക് ആത്മവിശ്വാസത്തിനുള്ള കാര്യങ്ങൾ ഏറെയുള്ളതിനാൽ ഇത്തവണ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപ്പ് നോക്കാൻ പോലും കഴിയാതെ പോയ 200 സീറ്റുകൾ പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ദക്ഷിണ പൂർവ്വ മേഖലകളിലെ സീറ്റുകളിലാണ് ബിജെപിയുടെ കണ്ണ്. ബിജെപിയുടെ കിട്ടാക്കനിയായ 200 സീറ്റുകളിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലായി 81 സീറ്റുകളുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ഒരിക്കൽ പോലും എത്തിനോക്കാൻ പോലും ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യവുമുണ്ട്. ഇത് മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പുറകെ പലതവണ കേരളത്തിൽ വിവിധ പരിപാടികൾ പങ്കെടുത്തതിന് ഈ ഉദ്ദേശം കൂടിയുണ്ടെന്നാണ് വിലയിരുത്തൽ. 2014 1 സീറ്റും 2 സീറ്റും നേടിയ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും നർസാപുരത്തും വിശാഖപട്ടണത്തും ആന്ധ്രയിൽ തെലുങ്കുദേശം പാർട്ടിക്കൊപ്പം വിജയിച്ച ബിജെപി കന്യാകുമാരിയിൽ തമിഴ്നാട്ടിൽ 1 സീറ്റിലും ജയിച്ചിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 58 സീറ്റുകളാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. ആന്ധ്രയിലും തെലങ്കാനയിലുമായി 36 സീറ്റുകളും കർണാടകയിൽ 3 സീറ്റുകളും ബിജെപിയുടെ ഉന്നത്തിലുണ്ട്. കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷമായി ബംഗാളിൽ സാന്നിധ്യം കൂട്ടിക്കൊണ്ടുവരാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ 24 സീറ്റുകളിലും ഒഡീഷയിൽ 13 സീറ്റുകളിലും മുന്നേറ്റം നടത്തണം. ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാറിലെ 14 സീറ്റുകൾ, ഉത്തർപ്രദേശിലെ 3 സീറ്റുകൾ, മധ്യപ്രദേശിലെ 1 സീറ്റ് എന്നിവയും ലക്ഷ്യത്തിൽ ഉള്ളവയാണ്. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ കമൽനാഥിന്റെ ചിന്താര, ഗാന്ധി കുടുംബത്തിന്റെ റായ്ബേലി, സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ മെയിൻപുരി എന്നിവയും ലക്ഷ്യത്തിലുണ്ട്. ഇതിനൊപ്പം മിർസാപൂരിലും ഇതുവരെ ബിജെപിക്ക് ജയിക്കാനായിട്ടില്ല. അതേസമയം 2014ലും 2019ലും അപ് നാദളിനെ ഇവിടെ നിർത്തി വിജയം നേടാൻ അവർക്കായി. ബിജെപി ലക്ഷ്യമിടുന്ന 200 സീറ്റുകളിൽ 47 എണ്ണം മഹാരാഷ്ട്ര, ബീഹാർ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ മുന്നണിയായും അല്ലാതെയുമെല്ലാം ബിജെപിക്ക് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2019ൽ 47ൽ 1 സീറ്റിൽ മാത്രമാണ് എൻസിപിയുടെ ശക്തി കേന്ദ്രത്തിന്റെ ബാരാമതിയിൽ മാത്രമായിരുന്നു അവർ ഒരാളെ മത്സരത്തിന് നിർത്തിയത്. ബാക്കി സീറ്റുകൾ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് വിട്ടുകൊടുത്തു. ബിജെപി നേതാക്കൾ പറയുന്നതനുസരിച്ച് പാർട്ടി ഇപ്പോൾ തന്നെ 200 സീറ്റുകൾക്കായി വളരെ കാലമായി കഠിനാധ്വാനം ചെയ്യുന്നു. ഞങ്ങൾ വിജയിക്കാത്ത സീറ്റുകളിൽ കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ കേന്ദ്ര മന്ത്രിമാർക്കെല്ലാം ജോലി ചെയ്യാൻ ഇരിപ്പിടം നൽകി. അവർ ഇതിനകം തന്നെ പ്രധാനമന്ത്രി മോദിയുടെ പദ്ധതികൾ പ്രാദേശിക ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ സീറ്റുകളിൽ അവർ സ്ഥിരമായി പരിശോധന നടത്താറുണ്ട്. അതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ആ 200 സീറ്റുകൾക്കായി ഞങ്ങൾ തയ്യാറാണ്. സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ്. കേരളത്തിലും ബിജെപി അക്കൗണ്ട് തുറക്കാൻ ഒരുങ്ങുകയാണ്. പാർട്ടി രണ്ടാമതെത്തിയോ ചെറിയ വ്യത്യാസത്തിൽ തോറ്റതോ ആയ 160 സീറ്റുകൾ പാർട്ടി കണ്ടെത്തിയതായി അഗർവാൾ പറയുന്നു. ഉദാഹരണത്തിന് പശ്ചിമ ബംഗാളിൽ ബിജെപിക്ക് അരംബാഗിലും മാൽദാഹ ദക്ഷിണിലും 10,000-ൽ താഴെ വോട്ടുകൾക്ക് തോറ്റു. ഞങ്ങൾ 6 മാസമായി അവിടെ ജോലി ചെയ്യുന്നു. ഈ സീറ്റുകളിൽ വലിയ ശ്രദ്ധയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തത്.